2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും വധിച്ചു കളയാൻ, പ്രത്യേകിച്ചും ആൺകുട്ടികളെ വധിച്ചു കളയാൻ ഹെറോദോസ് ആജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെടുത്തുകയാണ്, അമ്മയും ഉണ്ണിയും കൊണ്ട് പാലായനം ചെയ്തോളും. അങ്ങനെ ഔസേപ്പ് പിതാവ് ഇങ്ങനെ മാതാവിനെ ഉണ്ണിയും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ക്രിസ്മസ് കഥകൾ കേൾക്കുന്ന മനോഹരമായ ഒരു കഥയുണ്ട്. ഇങ്ങനെ കുറേ യാത്ര ചെയ്ത ശേഷം ക്ഷീണിച്ച് ഒരു ഗുഹയില് മാതാവിനെയും ഉണ്ണിയേശുവിനെയും അവിടെ ഇരുത്തി യൗസേപ്പ് പിതാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങളെ പട്ടാളക്കാരിൽ നിന്ന്, സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകണമേ, ഉണ്ണിയെ അവർ കാണാതിരിക്കട്ടെ എന്ന് ഗുഹയില് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ദൈവം മാത്രമല്ല, ഒരു ചിലന്തിയും കൂടി ദൈവത്തിന് വേണ്ടി കേൾക്കുന്നുണ്ട്. ആ ചിലന്തി എന്ത് ചെയ്യുന്നറിയോ? ഔസേപ്പ് പിതാവ് പ്രാർത്ഥന കഴിഞ്ഞ് ഗുഹയിലേക്ക് കയറിയതിന് ശേഷം ഈ ചിലന്തി വലിയൊരു കാര്യം ചെയ്യാണ്. ഒരു ചിലന്തി വല ഈ ഗുഹാമുഖത്ത് സൃഷ്ടിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് സമയങ്ങളെടുത്ത് ഈ ചിലന്തി വല മനോഹരമായ ഗുഹയ്ക്ക് മുമ്പിൽ വല ഒരുക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവര് സൈന്യങ്ങളെത്തുമ്പോൾ, പട്ടാളക്കാരെത്തുമ്പോൾ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഈ ഗുഹാമുഖത്ത് വലിയ ചിലന്തി വലയാണ്. ആളനക്കങ്ങൾ അന്നുമില്ല. ആരും കടന്നു പോകാൻ കുറെ നാളുകൾ പോലെ തോന്നിക്കുന്ന ഒരു ചിലന്തി വല. ഉണ്ണിയേശുവും പരിശുദ്ധാമ്മയും യൗസേപ്പ് പിതാവും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് കൊച്ചു കൊച്ചു കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. വലിയൊരു അനുഗ്രഹമാണ് ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ദൈവം ഒരുപാട് സുഹൃതങ്ങളുടെ, പുണ്യങ്ങളുടെ അവസരമാണ് ഈ ചിലന്തിയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ണീശോ കൈവിട്ടു പോകാതിരിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ചേർത്ത് പിടിക്കാം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചേർത്ത് പിടിക്കാം. ഈ ചിലന്തിയെ പോലെ ഉണ്ണിയേശുവിനെ, തിരുക്കുടുംബത്തെ ദൈവം ഉണ്ണിയേശുവിലൂടെ സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.